ലഹരിക്കെതിരെ നാട് ഒറ്റക്കെട്ടായി മുന്നേറുകയെന്ന ലക്ഷ്യത്തോടെ പല്ലാബ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. കൊറ്റായി അബ്ദുൽ മജീദ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും വലിയകത്ത് ഷൗക്കത്ത് അലി മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡുകൾക്കും വേണ്ടി നടത്തിയ ഏകദിന ഫുട്ബോൾ മത്സരത്തിൽ 16 ടീമുകൾ പങ്കെടുത്തു. വാർഡംഗം PH ബാബു ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഷമീർ എളയടത്ത് അധ്യക്ഷനായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. സാംസ്കാരികവും അതേപോലെ തന്നെ എല്ലാവിധത്തിലുള്ള നല്ല പ്രവൃത്തികളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമായി മാറ്റിയെടുക്കണമെന്ന് അന്നത്തെ നമ്മളുടെ യുവാക്കൾ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ബഷീർ ആവേശം കൊള്ളിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ലഹരിയല്ല, ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അന്നവർ പലരും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അസീസ് പുതിയ വീട്ടിൽ മുഖ്യാതിഥിയായി. കൺവീനർ സുജിത് വടശ്ശേരി, ഷാനവാസ് പോക്കാക്കിലത്ത്, ഹൈദ്രോസ് കുട്ടി ഹാജി കടവിൽ, ദേവനന്ദൻ ഞാറ്റുവെട്ടി, മുഹമ്മദ് ലിയാൻ ഇളയടത്ത്, റൈഹാൻ പുതിയ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. അരനൂറ്റാണ്ട് പിന്നിട്ട ഫ്രണ്ട്സ് ക്ലബിലെ ആദ്യകാല കളിക്കാരെ ചടങ്ങിൽ ആദരിച്ചു. മത്സരത്തിൽ ബ്ലോക്ക് 07 ചൂലൂർ 1ാം സ്ഥാനവും കൊടുങ്ങല്ലൂർ പടന്ന ഗ്രാമവേദി ക്ലബ് 2ാം സ്ഥാനവും നേടി. അടുത്ത വർഷം ഇതിനും വളരെ മനോഹരമാക്കി ഭംഗിയാക്കാൻ വേണ്ടി സംഘാടകരെ പേര് പറയുന്നില്ല, സമയം വൈകുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രസിഡന്റിനും മറ്റും ഇവിടെ വന്ന് ചേർന്ന നമ്മൾ ബാബു, പിന്നെ ഈ നാടിനൊരു പ്രത്യേകത ഒരു സെക്കൻഡ് പറയാം. ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഇവിടുത്തെ മെമ്പർ മറ്റ് പറയുന്നത്, ഞാൻ മരണപ്പെട്ടാൽ പറയും ബാബു പറയുന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്തിട്ട് പിന്നെ വീട്ടുകാരാലോചിക്കുള്ള അങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പൊ അത് ശരിയായിരിക്കും. അപ്പൊ ഈ നാട്ടിലെ ആളുകൾ എന്ത് കാര്യം തീരുമാനിച്ചോ അത് അങ്ങോട്ട് നടക്കും. അത് ഭംഗിയായിട്ട് നടത്തുന്ന ഒരു നാടാണ് എടത്തിരുത്തി പഞ്ചായത്തിന്റെ 1ാം വാർഡ്.